ഇപ്പൊ അവളെ കാണാതിരിക്കുന്നതാ നല്ലത്. അതെന്താ? അത് വേണ്ട. ഇപ്പൊ ഈ മൂഡില് നിങ്ങൾ തമ്മിൽ സംസാരിച്ച ശരിയാവില്ല. അതുകൊണ്ടാ. ബിപി, അവളെ കാണുമ്പോ അവളോട് ദേഷ്യപ്പെടരുത്. വഴക്ക് പറയോ ഒന്നും ചെയ്യരുത് പ്ലീസ്. എനിക്കെന്തോ വല്ലാതെ പേടിയാവുന്നു. അവൾ എന്തെങ്കിലും അവിവേകം ചെയ്തു പോയാലോ? മതിയാക്ക് ഗീത. ഇങ്ങനെ പേടിച്ച് നമ്മൾ എത്ര കാലം ജീവിക്കും? ജീവിക്കുന്നിടത്തോളം കാലം അന്തസ്സായിട്ട് ജീവിക്കണം, അഭിമാനത്തോടെ. നാണം കെട്ട് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പോ എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഞങ്ങളെ നാണം കെടുത്താൻ തന്നെയാണോ? അപ്പോ ഞാൻ നിന്നോടാ ചോദിച്ചത്. എന്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ അച്ഛനോട് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞതാ. എന്റെ ജെൻഡർ ഐഡന്റിറ്റി എന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ അവകാശമാണ്. എനിക്കിഷ്ടപ്പെട്ട ജെൻഡറിൽ എനിക്കെന്റെ ജീവിതം ജീവിക്കണം. നോ, അത് നടക്കില്ല, നടത്തില്ല. പെണ്ണായി പിറന്നവൾ പെണ്ണായിട്ട് തന്നെ ജീവിക്കണം. അതാ നാട്ടു നടപ്പ്. എല്ലാവരും നാട്ടു നടപ്പ് അനുസരിച്ചോണോന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. നിർബന്ധമുണ്ട്. എല്ലാവരുടെ കാര്യമൊന്നും എനിക്കറിയണ്ട. പക്ഷെ എന്റെ മകൾ അങ്ങനെ ആയിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അപ്പോ അച്ഛൻ സ്നേഹത്തോടെ പറയാണ്, നിന്റെ ഈ വേഷം കെട്ടിലൊന്ന് അവസാനിപ്പിച്ചൂടെ? സോറി അച്ഛാ, എനിക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊരു വേഷം കെട്ടലായി എനിക്ക് തോന്നിയിട്ടില്ല. പെണ്ണായി നടക്കുന്നതാണ് വേഷം കെട്ടലായി എനിക്ക് തോന്നുന്നത്. അപ്പോ അച്ഛൻ ദേഷ്യപ്പെടണ്ട. ഞാൻ എന്റെ മനസ്സാണ് പറഞ്ഞത്. ഇത്രയും നാളും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പെണ്ണായി ജീവിച്ചു. അച്ഛൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ പെണ്ണായി ജനിച്ചു പോയില്ലേ, ഇനി അങ്ങനെ തന്നെ അങ്ങ് തുടരാമെന്ന് എന്റെ മനസ്സിനെ കോംപ്രമൈസ് ചെയ്യാൻ നോക്കി. പക്ഷേ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എനിക്കതിന് സാധിക്കുന്നില്ല അച്ഛാ. എനിക്ക് പറ്റുന്നില്ല. അത് എന്തുകൊണ്ട് പറ്റുന്നില്ല? അതൊക്കെ നിന്റെ വെറും മിഥ്യാധാരണകളാണ്. അപ്പോ ഒരിക്കലുമല്ല. ഒരു പെണ്ണിന്റെ ജീവിതം എനിക്ക് സാധ്യമല്ലെന്ന് 100% എനിക്ക് ബോധ്യമായി കഴിഞ്ഞു. ഇതാണ് എന്റെ ജെൻഡർ. ഇവിടെ നിന്നങ്ങോട്ട് എനിക്കിനി ഇങ്ങനെ ജീവിച്ചാൽ മതി. മര്യാദക്ക് പറയുന്ന അനുസരിച്ചോണം. ഇത്രയും നാളെ നിന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വിട്ടത് ഞാൻ ചെയ്ത തെറ്റ്. ഇനി ഞാൻ തീരുമാനിക്കും നീ എങ്ങനെ ജീവിക്കണമെന്ന്. അതിന് ഞാൻ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ അച്ഛനത് സാധിക്കൂ. ആ ഇഷ്ടത്തിന് ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ലെങ്കിലോ? എന്നുവെച്ചാ അന്ന് ചെയ്ത പോലെ നീ ഇനിയും ചെയ്യുമെന്ന്? എനിക്ക് ചെന്ന് ചെയ്യേ. ഇനി നീ അതിന് ശ്രമിച്ചാ രക്ഷപ്പെടുത്താൻ പോയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഞാൻ വരില്ല. ഇങ്ങനെ നാണം കെട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നീ അങ്ങനെ തീരുന്നത് തന്നെയാ.
എന്തിനാ ഗീത നീ ഇങ്ങനെ ഒരെണ്ണത്തിനെ? വിപി, ഒന്ന് റിലാക്സ്ഡ് ആവ്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ അവളെ കാണാൻ റൂമിലേക്ക് പോകണ്ടെന്ന്. രാവിലെ പാർലറിലേക്കെന്ന് പറഞ്ഞിറങ്ങിയപ്പോ വെറുതെയെങ്കിലും ഞാനൊന്ന് പ്രതീക്ഷിച്ചു സ്വയം മാറാൻ അവളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടാകുമെന്ന്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും എന്താ ആലോചിക്കുന്നേ? നെല്ലിയാമ്പതിയിൽ എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഡോക്ടർ നന്ദഗോപാൽ. വളരെ പ്രശസ്തനായ ഒരു സൈക്കാട്രിസ്റ്റാ. അയാൾക്ക് അവിടെ ഒരു മെന്റൽ കെയർ യൂണിറ്റ് ഉണ്ട്. അയാളെ ഒന്ന് കൺസൾട്ട് ചെയ്താലെന്ന് ആലോചിക്കുക. സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ വിപി? കൗൺസിലിംഗ് കൊണ്ട്? വെറും കൗൺസിലിംഗ് കൊണ്ട് ഗുണമുണ്ടാവും തോന്നുന്നില്ല. ഇതൊരു തരം പേഴ്സണാലിറ്റി ഡിസോർഡർ തന്നെയാ. കൗൺസിലിങ്ങിനൊപ്പം നല്ല ട്രീറ്റ്മെന്റും വേണ്ടി വരും. അവിടെ ഇൻപേഷ്യൻ്റ് ഫെസിലിറ്റി ഉണ്ടല്ലോ. അത് മാത്രമല്ല, അവിടെ ആവുമ്പോൾ ഇതൊന്നും ആരും അറിയില്ല. അപ്പു സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മതിച്ചില്ലെങ്കിൽ പിടിച്ചു കെട്ടിക്കൊണ്ട് പോണം, അല്ലാതെ വേറെ വഴിയില്ല. വിപി, എന്താ ഇങ്ങനെ? അത്രയ്ക്കൊന്നും പ്രശ്നം അപ്പൂനില്ല. ഒക്കെ വിപിയുടെ പേടി കൊണ്ട് തോന്നുന്നതാ. കുറച്ചു നേരം പോയി കിടക്ക്, മനസ്സൊന്ന് ശാന്തമാവട്ടെ. ചെല്ല്. എന്താ മോളെ? ഒന്നുമില്ല ആന്റി. അപ്പു ഇല്ല ഇവിടെ. ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല. എന്താ ആന്റി? ഒന്നുമില്ല. അപ്പു മുറിയിലുണ്ട്, മോള് പോയി കണ്ടിട്ട് വാ. അപ്പോ നീ ഇത് എന്ത് ഭാവിച്ച ഇങ്ങനെയൊക്കെ? ആരോടുള്ള വാശിയും ദേഷ്യം തീർക്കാനാ ഇത്? നിനക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു കാര്യം ഞാൻ പറയാം, നീ ഇത്രയും ക്രൂരയാവാൻ പാടില്ല. അപ്പോ ആരോടാ നീ പകരം വീട്ടുന്നത്? പാവ അങ്കിളിനോടോ ആന്റിയോടോ? ദിസ് ഇസ് ടു മച്ച്. മാളു, യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഇനി ആര് വിചാരിച്ചാലും ഒരു കോംപ്രമൈസിന് ചാൻസ് ഇല്ലാത്തിടത്തോളം മുറുകി കഴിഞ്ഞിരിക്കുന്നു. ഒന്നല്ല, ശരിക്കു പറഞ്ഞ 2 യുദ്ധങ്ങളാ ഈ വീട്ടിലിപ്പോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ യുദ്ധം എന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. അതിൽ വിജയിച്ചത് എന്റെ മനസ്സും. പക്ഷേ അതൊരു ഏകപക്ഷീയമായ വിജയമെന്നൊന്നും പറയാൻ പറ്റില്ല. മനസ്സ് ജയിച്ചപ്പോഴേ ഉറപ്പിച്ചിരുന്നു അടുത്ത യുദ്ധം പുറത്തുള്ളവരുമായിട്ടായിരിക്കുന്നു. അപ്പോ നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. നീ ഒന്ന് ആത്മാർത്ഥമായിട്ട് മനസ്സ് വെച്ചാ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇനിയൊരു മടക്കിപ്പോക്കിനെ പറ്റിയാണോ? അതെ. അപ്പോ നീ വിചാരിച്ചാ? നോ മാളു, ഇനിയും നീ അതൊന്നും പറയരുത്. അതിലും ഭേദം എന്നെ കൊന്നു കളയുന്നതാ. അല്ലെങ്കിൽ തന്നെ പകുതി ചത്ത് നിൽക്കാൻ ഞാൻ. അപ്പോ മാളു, VP ഒരിക്കലും എന്റെ തീരുമാനം അംഗീകരിക്കാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കവരെ വീണ്ടും വേദനിപ്പിക്കേണ്ടി വരും. അപ്പോ നീ എന്ത് ഭ്രാന്തായി പറയുന്നത്? ഇനിയും നീ? ഇല്ല മാളു, നിന്നോട് ഞാൻ സത്യം ചെയ്തില്ലേ ഇനി ഞാൻ എന്ത് വന്നാലും ആത്മഹത്യ ചെയ്യില്ലെന്ന്.
ആ വാക്ക് ഞാൻ പാലിക്കും. അല്ലെങ്കിലും എനിക്ക് ഇനിയും ജീവിക്കണം. എനിക്കിഷ്ടമുള്ള ജീവിതം. അതെന്റെ ഒരു വാശിയാ, ഈ ലോകത്തോടുള്ള വാശിയ. ആണും പെണ്ണും മാത്രമായിട്ടല്ല മനുഷ്യർ ഈ ഭൂമിയിൽ ജനിക്കുന്നതെന്ന് ഇനിയെങ്കിലും ഇവിടെയുള്ളവർ മനസ്സിലാക്കട്ടെ. വിപി ആ മുരളിയോ? മാള് ഇവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. അവള് വന്നിട്ട് ഒരു 10 മിനിറ്റായി കാണും. എന്താ മുരളി? ഒന്നുമില്ല, അവളെ വിളിക്ക്. വിളിക്കാം, താൻ ഇരിക്കേ. എന്താ മുരളി അവിടെ തന്നെ നിന്ന് കളഞ്ഞേ? കേറി വാ. വേണ്ട ഗീത, സൽക്കാരവും സൗഹൃദമൊന്നും ഇനി നമ്മൾ തമ്മിൽ ശരിയാവില്ല. എത്രയും നേരത്തെ അതൊക്കെ വെച്ച് മതിയാക്കുന്നത് തന്നെയാ നല്ലത്. മുരളി, എന്താണോ താൻ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇവിടെ ഇപ്പം എന്താ ഉണ്ടായത്? വേണ്ട വിപി, ഉണ്ടായതിന്റെയും ഉണ്ടാകാൻ പോകുന്നതിന്റെയും കഥകളൊന്നും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതിരിക്കുന്നത് തന്നെയാ നമുക്ക് രണ്ടു കൂട്ടർക്ക് നല്ലത്. എന്നാലും വലിയ ചതിയായിപ്പോയി വിപി, നിങ്ങളെല്ലാവരും കൂടി എന്നോടും എന്റെ മോളോടും കാണിച്ചത്. താൻ എന്തൊക്കെയായി പറയുന്നത്? ഞങ്ങൾ എന്ത് ചെയ്തെന്നാ? വേണ്ടതേ, ഞാൻ പറഞ്ഞല്ലോ, ഇനി അതൊന്നും പറയാനോ പറയിപ്പിക്കാനോ നിൽക്കണ്ട. എന്റെ മോളെ ഒന്ന് വിളിച്ച ഉപകാരം. നിങ്ങൾ വിളിക്കണ്ട, ഞാൻ കൊണ്ടുപോക്കോളാം അവളെ. മുരളി എന്താ ഇത്? ഗീത, മാളോ, വാ ഇവിടെ. അച്ഛാ, എന്താ ഇത്? എന്തേ കാണിക്കുന്നത്? ശബ്ദിച്ചു പോരുത്, വരാനല്ലോ പറഞ്ഞു. ദേ, ഇനി ഇവളെ കാണാനോ വിളിക്കാനോ എന്ന് പറഞ്ഞ് മേലിൽ അങ്ങോട്ട് വന്നു പോരുത്, കേട്ടല്ലോ? വാ ഇവിടെ. അച്ഛാ, വരാൻ. വീടച്ചാ. ഇങ്ങോട്ട് വാ, നടക്കങ്ങോട്ട്. അച്ഛാ, അച്ഛാ വീടെന്നെ. വരാൻ. അച്ഛാ, ഇങ്ങോട്ട് വരാൻ. എന്താ അച്ഛാ ഇത്? വീട്. വാ ഇങ്ങോട്ട്. ബേബി, ദാ ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി എന്റെ മോള് ഞങ്ങളറിയാതെ ഇവിടെ വന്നാ ഇവളിവിടെ കയറ്റരുത്. അതുപോലെ തന്നെയായിരിക്കും അപ്പുവിന്റെ കാര്യവും. ദേവി ചെയ്ത് ആ സാധനത്തിനെ അങ്ങോട്ട് വിടരുത്. ഞങ്ങളൊന്ന് ജീവിച്ചോട്ടെ, പ്ലീസ്. വാ ഇവിടെ. അങ്കിൾ, അച്ഛാ, നടക്ക്. അച്ഛൻ ഞാൻ പറയട്ടെ, എന്നെ വിട്. വരാൻ. അപ്പൂന്ന് അവളെ തികച്ചു വിളിക്കില്ലായിരുന്നു മുരളി. ഇപ്പൊ വിളിച്ചത് കേട്ടില്ലേ? സാധനം. സാധനം നല്ല ടേമാ. അപ്പു പെണ്ണല്ല, അപ്പു ആണുമല്ല, പിന്നെ അപ്പു ഒരു സാധനം. കൊള്ളാം. ഒരു കുടുംബം പോലെ കഴിഞ്ഞ മുരളിക്ക് നമ്മളോടിങ്ങനെ പെരുമാറാൻ കഴിയുമെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക ഗീത. ഒഴുത്ത പട്ടിയെ കാണുന്നതിലും വെറുപ്പോടെ ആൾക്കാർ അവിടെ നോക്കൂ. അവളെ മാത്രമല്ല, ജന്മം കൊടുത്ത് നമ്മളെയും. കരഞ്ഞിട്ടോ സങ്കടപ്പെട്ടിട്ടോ ഒരു കാര്യമില്ല ഗീത. നമ്മുടെ വഞ്ചി മുങ്ങിപ്പോയി വല്ലാതെ. മുരളി എങ്ങോട്ടാ മോളെ പോയത്? വല്ലതും പറഞ്ഞോ നിന്നോട്? ഇല്ല, എന്തോ പ്രശ്നമുണ്ട്. അരുണിന്റെ ഫോൺ വന്നേ പിന്നെ ആളൊരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെ ഒറ്റ പോക്ക. ചോദിച്ചിട്ട് എന്നോടൊന്നും പറഞ്ഞുകൂടിയില്ല.
BP ഏട്ടന്റെ വീട്ടിലേക്കാവും. മാളു ഇവിടില്ലേ? ഇല്ല. ആ എന്നാ പിന്നെ ഉറപ്പിച്ചോ. അവളെ തല തെറിച്ച പെണ്ണിന്റെ കൂടെ ഉണ്ടെന്ന് മുരളി അറിഞ്ഞിട്ടുണ്ടാവും. അതിന്റെ ദേഷ്യ ഇപ്പൊ ഇവിടെ കണ്ടത്. എന്റെ ഭഗവതി, ഈ കൊച്ചിന് എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലെന്ന് വെച്ചാ എന്തു ചെയ്യും? നിന്നോട് വരാനാ പറഞ്ഞേ. അയ്യോ എന്താ വാ ഇങ്ങോട്ട്. മുരളിയേട്ടാ, എന്താണ്? മാറി നിൽക്ക്. എന്താ മുരളി? കേറ് എന്താ അങ്ങോട്ട്. കാര്യം? ഇവിടെ കിടക്ക്. ശ്ശോ. ഇനി നീ വീടിന്റെ പുറത്തിറങ്ങുന്ന എനിക്കൊന്ന് കാണണം. മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും, പറഞ്ഞേക്കാം. മുരളിയേട്ടാ, എന്താ ഇത്? എന്ത് കാര്യമാണെങ്കിലും നിങ്ങളൊന്ന് പറയുന്നുണ്ടോ? കൊച്ചുങ്ങൾ എന്തെങ്കിലും അറിവില്ലായ്മ കാണിച്ചാ ഇങ്ങനെയാണോ മുരളി വേണ്ടത്? സാവധാനം അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് പകരം നീ ഇങ്ങനെ ക്ഷോഭിച്ചാലോ? 100 വട്ടം പറഞ്ഞാലും മനസ്സിലാവില്ല എന്ന് വെച്ചാ പിന്നെ ഞാനെന്ത് വേണം? അവരുമായിട്ട് ഇനി ഒരു ബന്ധം വേണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും മാറി മാറി പറഞ്ഞതല്ലേ? എന്നിട്ട് ഒരു തരികിലും വില കൽപ്പിച്ചു ഇവളതിന്. പോട്ടെ, ഇനി അവൾ അങ്ങനെ ചെയ്യില്ല, പോരെ? അത് നീയല്ല ഉറപ്പ് തരേണ്ടത്, ഇവളാ. പക്ഷെ ഇവളത് പറയില്ലല്ലോ. എനിക്ക് അങ്ങനെ ഒരു ഉറപ്പ് തരാൻ പറ്റില്ല. അപ്പനെ കാണണമെന്ന് സംസാരിക്കണമെന്നൊക്കെ തോന്നിയാ ഞാൻ ചിലപ്പോ പോയി നിൽക്കും. എന്തടി പറഞ്ഞേ? അടിച്ചു തന്നെ ഉണ്ടല്ലോ. മുരളിയേട്ടാ, മതി. മാളു, നീ ഒന്ന് ചുമ്മാ ഇരിക്കുന്നുണ്ടോ? നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ തുടങ്ങിയ കഷ്ടമാണ് കേട്ടോ. ഈശ്വര, എന്തു സ്വസ്ഥതയോടെ കഴിഞ്ഞ കുടുംബമായത്. വല്ലവരുടെയും കാര്യം പറഞ്ഞ് നിങ്ങൾ എന്തിനാ ഇങ്ങനെ തല്ലും വഴക്കും ഉണ്ടാക്കുന്നത്? അത് മാത്രമല്ലമ്മേ, ഇവൾ അരുണോട് പറഞ്ഞിരിക്കുന്നു കല്യാണത്തിന് ഇവൾക്ക് താല്പര്യമില്ലാന്ന്. ഇവളായിട്ട് തന്നെ അത് വേണ്ടാന്ന് വെക്കാന്ന്. എന്റെ ഭഗവതി, നേരാണോ മുരളി? ഇവളങ്ങനെ പറഞ്ഞോ? പിന്നെ ഞാൻ കള്ളം പറയേണ്ട കാര്യമുണ്ടോ? എത്ര സങ്കടത്തോടെന്നറിയോ ആ പയ്യൻ എന്നെ വിളിച്ച് വിവരം പറഞ്ഞത്? ആദ്യം നിശ്ചയം മാറ്റിവെക്കാൻ പറഞ്ഞു. ദേ, ഇപ്പൊ കല്യാണത്തിന് താല്പര്യമില്ലാന്ന്. ഇവളെ ഇഷ്ടപ്പെട്ടു പോയതിന് ഇത്രയ്ക്ക് നാണം കെടുത്തണമായിരുന്നു അങ്കിളെ എന്ന് അവനോട് ചോദിച്ചപ്പോ തൊലി പൊള്ളിപ്പോയി എനിക്ക്. ഇന്നേ വരെ ആരുടെ മുന്നിലും പറഞ്ഞ വാക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല എനിക്ക്. ദാ, ഇവള് കാരണം അങ്ങനെ നാണം കെടേണ്ടി വന്നെനിക്ക്. എന്താ മാളു നീ ഇങ്ങനെയൊക്കെ? എന്തിനാ അരുണിനോട് പ്രപ്പോസലിൽ നിന്ന് പിന്മാറാൻ പറഞ്ഞത്? നിനക്ക് കൂടി ഇഷ്ടമാണെന്ന് അറിഞ്ഞിട്ടല്ലേ ഞങ്ങളിത് ഫിക്സ് ചെയ്തത്? പിന്നെ പെട്ടെന്നെന്താ? പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്തെന്ന് കരുതി ഇനിയുള്ള കാലം അയാൾ പറയുന്ന കേട്ട് അടിമയെ പോലെ ജീവിക്കാൻ എനിക്ക് പറ്റില്ല. അരുണൊരു മാന്യനായിരിക്കുന്ന ഞാൻ കരുതി. പക്ഷേ ആ വിശ്വാസം തെറ്റാണെന്ന് ബോധ്യമായപ്പോ അത് അയാളോട് മാന്യമായി തുറന്നു പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് പിന്മാറി. അതിലെന്താണ് ഇത്ര അഭിമാന പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അരുൺ നിന്നോടെന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? പിന്നെന്താ അയാൾ മാന്യനല്ലെന്ന് നിനക്ക് ഇപ്പൊ തോന്നാൻ? ഒന്നുമില്ല അശ്വതി, അയാൾ അങ്ങനെ മാന്യത വിട്ട് പെരുമാറുന്ന ഒരാളാണെന്ന് നമുക്ക് ആർക്കെങ്കിലും തോന്നിയോ? അയ്യോയ്യോ, അയാളെ ആ വീട്ടുകാരെയും കുറിച്ച് അങ്ങനെ ചിന്തിക്കുന്നത് പോലും മോശ. അത്രയ്ക്ക് തങ്കം പോലത്തെ ആൾക്കാരല്ലേ അവര്. അപ്പുമായിട്ട് കൂടുതൽ അടുത്തിടപഴകുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്ന് അരുൺ തുറന്നു പറഞ്ഞുപോയി. അതാണത്രേ അയാൾ ആകെ ചെയ്ത തെറ്റ്. അതിനാണ് വിവാഹത്തിന് സമ്മതമല്ലെന്നും പറഞ്ഞ് ഇവൾ അവിടുന്ന് ഇറങ്ങിപ്പോന്നത്. എന്ത് അവിവേക മോളെ നീ കാണിച്ചത്? സ്വന്തം ഭാവിയെക്കുറിച്ചെങ്കിലും നീ ചിന്തിക്കണ്ടായിരുന്നോ? പോട്ടെ, ഇനിയിപ്പോ അതൊന്നും കാര്യാക്കണ്ട. അപ്പോഴത്തെ ഒരു ആവേശത്തിന് നീ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് മുത്തശ്ശി പറയാ അവനോട്. ഞാൻ പറഞ്ഞ അവൻ കേക്കും. വേണ്ട, ആരും ഒന്നും പറയണ്ട. അരുൺ ഇങ്ങോട്ടൊരു കോംപ്രമൈസിന് തയ്യാറായപ്പോലും ഇനി എനിക്ക് ആ റിലേഷനിൽ താല്പര്യമില്ല. ആരും എന്നെ നിർബന്ധിക്കുകയും വേണ്ട. അത്രയ്ക്ക് അഹങ്കാരമാണെങ്കിൽ അതൊന്നും അറിയണമല്ലോ. വാടി ഇങ്ങോട്ട്. നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റും ഞാനൊന്ന് നോക്കട്ടെ. നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരം? നശിച്ചു, എല്ലാം നശിച്ചു. ഇതിന് നേരെയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ. ഓ, എണ്ണം കെട്ട പെണ്ണ് എന്തോ കൈവശം കൊടുത്തിട്ടുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അനുഭവിച്ചോ? അല്ലാതിപ്പോ ഞാൻ എന്തു പറയാനാ?